അമ്മമാരോട് ഓർമ്മപ്പെടുത്താൻ, ഉപ്പമാരോട് ഓർമ്മപ്പെടുത്താൻ, സ്കൂൾ SSLC-യിൽ കൂടുതൽ ശതമാനം മാർക്കില്ല എന്നതുകൊണ്ട് നിങ്ങളുടെ മകൻ കഴിവില്ലാത്ത മകനല്ല, ഒരു പക്ഷേ മാർക്ക് വാങ്ങിയവനേക്കാൾ ഏറ്റവും വലിയ കഴിവുള്ളവനായി മാറും. മാർക്കില്ലാത്ത കുട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ എല്ലാവർക്കും മനപ്പാടാക്കാനുള്ള കഴിവ് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാക്കിയുള്ളവന് നാളെ കിട്ടുകയില്ലായിരുന്നു. ചില ആൾക്കാർക്ക് പരീക്ഷയിലൊക്കെ മാർക്ക് ഉണ്ടാവില്ല, എന്ത് ചോദിച്ചാലും കാണാതെ അറിയും. അങ്ങനെ ചില ആൾക്കാരുണ്ട്, പരീക്ഷ ശ്രദ്ധിക്കൂല, സ്കൂള് പുസ്തകം തുറന്നു നോക്കൂല. ചില ആൾക്കാർ മുത്തനബിന്റെ ബൈത്ത് എന്ത് കിട്ടിയാലും മനപ്പാടാക്കണ ചില മനുഷ്യന്മാർ. അപ്പൊ മനപ്പാട ശക്തി ഇല്ലാത്തതുകൊണ്ടല്ല, ചില ആളുകൾക്ക് ചിലതിലേക്കാണ് താല്പര്യം. ചില ആളുകൾക്ക് കണക്ക് ഭയങ്കര എളുപ്പമാണ്. ആ സ്ഥാനത്തോ അവർക്ക് മലയാളം എന്ന് പറഞ്ഞ വിഷയം തന്നെ കണ്ടുകൂടാ. ചില ആളുകൾക്ക് ഇംഗ്ലീഷ് ഭയങ്കര എളുപ്പമാണ്. ചില ആളുകൾക്കോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഭാഷ അതുകൊണ്ട് അങ്ങനെ പറയാം. പക്ഷെ അതൊന്നല്ല സംഭവം. മൂപ്പർക്ക് എന്തറിയില്ല, മൂപ്പർക്ക് നൗണ് വെർബ് അങ്ങനെ എന്താന്നുള്ള ഒന്നും പുറത്തം കിട്ടില്ല. അതുകൊണ്ട് പേര് പറയുന്നത് എന്താ, ബ്രിട്ടീഷുകാരന്റെ ഭാഷ എനിക്ക് വേണ്ട. അങ്ങനെ ഓരോന്നിലും ഓരോ കഴിവാണ്. ചില ആളുകൾക്ക് അറബിയിൽ ഭയങ്കര കഴിവാണ്. ചില ആളുകൾക്ക് സയൻസിൽ ആ കെമിക്കലൊക്കെ കൂട്ടിയിട്ട് നീലും ചോപ്പും കൂട്ടിയിട്ട് പച്ച ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെയും കഴിവ് വിഭിന്നമാണ്. ചില ആളുകൾ ഏറ്റവും വലിയ ഫസ്റ്റോടുകൂടെ AA+ഓടുകൂടെ ഒക്കെ പാട്ട് പാടും. ആ സ്ഥാനത്ത് ഓനോടൊന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു നോക്കിയാലോ, ഓന് ബാബാ ബാബാ എന്ന് പറയുന്ന മുമ്പിൽ വന്നിട്ട് ഒരിക്കലും അവർക്ക് പ്രസംഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഓ മോശക്കാരനാണെന്നാണ് അല്ല, എനിക്ക് അല്ലാഹു കൊടുത്തത് പാടാനാണ്. ആ സ്ഥാനത്ത് നല്ലോണം പ്രസംഗിക്കുന്നതിനോട് നല്ലൊരു പാട്ട് പാടണമെന്ന് പറഞ്ഞാൽ ഓൻ പാട്ട് പാടിയാൽ ഗ്രൗണ്ടിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് ഓടിയിട്ട് അരമ്പത്ത് പോയിട്ട് എഴുതി നോക്കും. ചിലപ്പോ ഓ ഇനി പാടാൻ മതിയായിരുന്നു. അതിന്റെ അർത്ഥം എന്താ, ഓനൊന്നിനും പറ്റില്ല എന്നല്ല, അവന് പാടാൻ കഴിയും, ഇവനക്ക് പറയാൻ കഴിയും. ചില ആളുകൾക്ക് പാടാനും പറയാനും കഴിയില്ല. കമ്പ്യൂട്ടർ തുറന്നിട്ട് പാടുന്നതും പറയുന്നതും 10,000 ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഓൺലൈൻ ചില വലിയ വിദ്വാൻമാരുണ്ട്. അവർ ചെയ്യുന്ന സേവനം ചെറുതൊന്നുള്ള വലുതാണ്. കാസർഗോഡ് ജില്ലയിലുണ്ട് ഒരാൾ. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കിയത് വലിയ ഓടി നടക്കുന്ന ഒരാളാണെന്നായിരുന്നു. പിന്നെയാണ് മനസ്സിലാക്കിയത് അന്തു പൊയ്യത്ത് ബയൽ എന്ന് പറയുന്ന പേരിൽ ബായാർ സ്വലാത്തൊക്കെ ലക്ഷക്കണക്കിന് ആളുകളിലെ കയ്യിലേക്ക് എത്തിച്ച അന്തു എന്ന് പറയുന്ന ആ ഓൺലൈൻ ചെയ്യുന്ന ചെറുപ്പക്കാരൻ വീട്ടിലെ കിടക്കയിൽ കിടന്നുകൊണ്ടായിരുന്നു ബായാറിലെ സ്വലാത്തും മുഹിമ്മാത്തിന്റെ പ്രോഗ്രാമുകളൊക്കെ കാസർഗോഡ് ജില്ലയിൽ നിന്നല്ല, കോഴിക്കോട്ടും മലപ്പുറത്തും തിരുവനന്തപുരത്തും സൗദിയിലും അതേപോലെ ദുബൈയിലും അബുദാബിയിലും ഖത്തറിലും ഒമാനിലും ബഹ്റൈനിലും ഇത്തരം സന്ദേശങ്ങൾ എത്തിച്ചത് തല മാത്രം അനക്കാൻ പറ്റുന്ന, ഉടല് കഴുത്തിന്റെ താഴോട്ട് അനക്കാൻ കഴിയാത്ത ഒരു നല്ല മനുഷ്യൻ. മുഖം കണ്ടാൽ ഒരു കുഴപ്പവുമില്ല. അദ്ദേഹം ചെയ്ത സേവനം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ഭാഗങ്ങളിലേക്കും ഇസ്ലാമിന്റെ സന്ദേശം അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത കഴിവ് വെച്ചിട്ട്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, പല ആളുകളും പല കഴിവാണ്. മാർക്കില്ലാത്ത കുട്ടിയെ നിങ്ങൾ അവഗണിച്ച് കളയരുത് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പരീക്ഷയിൽ താല്പര്യമില്ലാത്ത കുട്ടിയെ നിങ്ങൾ അവഗണിക്കരുത്. ഒരുപക്ഷേ അവരായിരിക്കും ഏറ്റവും വലിയ വിജയി. അതുകൊണ്ട് ഓർമ്മപ്പെടുത്താൻ അധ്യാപകന്മാരോട് ഓർമ്മപ്പെടുത്താൻ, യഥാർത്ഥ അധ്യാപകൻ ഒരിക്കലും പഠിക്കാത്ത കുട്ടിയെ വിമർശിക്കില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് കഴിവില്ലാത്ത പഠിക്കാത്ത അൽഹംദുലില്ലാഹ് ഇത് എല്ലാ ദിവസവും മെസ്സേജാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തൽക്കാലം കിതാബ് തുറക്കാതിരിക്കുക. അതല്ലെങ്കിൽ +2 +1 മറ്റു ഡിഗ്രികളൊക്കെ പഠിക്കാതിരിക്കുക. എനിക്കെന്താണ്, എനിക്ക് ബിൽഡിങ്ങിലാണ് വലിയ താല്പര്യം, അതല്ലെങ്കിൽ എനിക്ക് മെക്കാനിക്കാണ്, അതല്ലെങ്കിൽ എനിക്ക് ഇലക്ട്രിക്കലാണ് വലിയ താല്പര്യം എന്ന് പറഞ്ഞ് ഒഴിവാക്കരുത്. കഴിവ് നേടാൻ പറ്റുന്ന ഓരോ മേഖലകളും എടുത്ത് പിടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ശിഷ്യന്മാർക്ക് ദുനിയാവും ആഖിറവും വിജയിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള എല്ലാ കഴിവും എല്ലാ അറിവും എല്ലാ തന്റേടവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ നമ്മളെ കുട്ടികൾ റിസൾട്ട് അറിഞ്ഞു. ചില രക്ഷിതാക്കളൊക്കെ വല്ലാതെ ആക്ഷേപിക്കുന്നത് കേട്ടിട്ടുണ്ട്. സങ്കടം കൊണ്ട്
ചില ആളുകൾ A+ കിട്ടണം, എന്റെ മോൻ A+ കിട്ടണം, എന്നിട്ടോ 2 A+ പോയി A ആയിപ്പോയി. ഒരിക്കലും അത്തരം രൂപത്തിൽ മക്കൾ അവഗണിക്കരുത്. അധ്യാപകരോട് ഓർമ്മപ്പെടുത്താണ്, ചോദിച്ചിട്ട് കിട്ടാത്തതിന്റെ പേരിൽ ശിഷ്യന്മാരെ അവഗണിക്കരുത്. ഉസ്താദുമാരോട് ഓർമ്മപ്പെടുത്താണ്, മാഷുമാരോട് ഓർമ്മപ്പെടുത്താൻ, ടീച്ചർമാരോട് ഓർമ്മപ്പെടുത്താൻ. ഒരു കഴിവില്ലെങ്കിൽ മറ്റൊരു കഴിവുണ്ടാകും. അങ്ങനെയാണ് ഈ ലോകം നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എല്ലാവരും മുദരിസാവണം എന്നുള്ളത് ഒരിക്കലും ഒരു ഉസ്താദ് ചിന്തിക്കാൻ പാടില്ല. എല്ലാവരും പ്രഭാഷകരാവണമെന്ന് ചിന്തിക്കാൻ പാടില്ല. മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, എപ്പോഴും ഉസ്താദ് പറയും, ഉസ്താദിന്റെ വല്ലാത്ത ഒരു ദീർഘദൃഷ്ടിയാണ്. ഉസ്താദ് പറയും എല്ലാ വിഭാഗത്തിലുമാണ് ആളുകൾ, എല്ലാ വിഷയത്തിലും കഴിവുള്ള ആളുകൾ നമ്മളെ ശിഷ്യന്മാര് വേണം. ഇപ്പൊ അൽഹംദുലില്ലാഹ് അഡ്വക്കറ്റുമാര്, ആർക്കസ് നോളജ് സിറ്റി, ഒരു കാലത്ത് ചില അഡ്വക്കറ്റുമാർ ആ സ്ഥാപനം ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് 100 കണക്കിന് അഡ്വക്കറ്റുമാർ ഇറങ്ങി ഇരുതല മൂർച്ചയുള്ള ഹഖും ബാത്തിലും വേർതിരിച്ചറിയാൻ പറ്റുന്ന ഇസ്ലാമിക ശരീഅത്തും അതേപോലെ ഭൗതിക നിയമങ്ങളും കൂടെ കൂട്ടിയോജിപ്പിച്ചിട്ട് നിയമം പറയാൻ പറ്റുന്ന ഒരുപാട് പണ്ഡിത ബിരുദധാരികളെ ഇൻഷാ അല്ലാഹ് കാലത്തിന്റെ ചുവടുവെപ്പനുസരിച്ച് നമ്മളെ ശൈഖുനാ ഇനിയും സമൂഹത്തിന് ഒരുപാട് വലിയ വളർച്ചക്ക് താങ്ങും തണലുമാകാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ്, ഇസ്സത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ.